കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് നമ്മളെ കാത്തിരിക്കുന്ന കണ്ണൻ എന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വരൂ. ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് തൊഴാം. നല്ല തിരക്കല്ല, ഞായറാഴ്ച വളരെ തിരക്കാണ്. എന്തായാലും നമുക്കതിലൂടെ പോവാം, അതിലലിഞ്ഞങ്ങനെ പോരാം. അങ്ങനെ ഗോപുരവാതിൽ തുറന്ന് അതിലൂടെ അങ്ങനെ നമ്മൾ പോരുകയാണ്. അങ്ങനെ വന്ന് വാതിൽപ്പടി കയറിയിട്ട് നേരെ അകത്തേക്ക് നോക്കുക. അകത്തേക്ക് നോക്കുമ്പോൾ ശ്രീലകത്തെ പ്രകാശം, ഇങ്ങനെ നെയ്വിളക്കിൻ്റെ പ്രകാശം, സ്വർണ്ണ വിളക്കിലിങ്ങനെ നെയ്യൊഴിച്ച് കത്തിക്കുന്ന ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മൾ ആ ഇടത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് ഭട്ടേരിനെ ഒന്ന് സ്മരിക്കണു. നാരായണ ഭട്ടേരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ വലത്തെ ആ തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് നോക്കി ഇങ്ങനെ വരുമ്പോൾ ഇന്ന് ശ്രീലകത്തെ വിഗ്രഹത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു ആനയെ കാണാറുണ്ട്. നല്ല വലിയൊരു ആന, കുട്ടിയാനെ പുറത്ത് ഇങ്ങനെ ഉണ്ണിക്കണ്ണനെയും കാണാനുണ്ട്. ഉണ്ണിക്കണ്ണൻ ഇന്ന് വളരെ വ്യത്യസ്തമായ രൂപത്തിലാണല്ലോ ആനപ്പുറത്ത് കയറി നിൽക്കുകയാണ് കേട്ടോ. പൊന്നുണ്ണിക്കണ്ണനെ കാൽത്തടകളൊക്കെ കാണാനുണ്ട്, പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, വികൃതിയായിട്ടാണ് നിൽക്കണം കേട്ടോ. എന്താ ഒരു രസം! ആനപ്പുറത്ത് കയറി ഇരുന്നതിൻ്റെ ഒരു കയറി നിന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, സന്തോഷത്തിലാണ്. വളരെ പുഞ്ചിരിച്ചിട്ടാണ്. ഞാൻ ആനപ്പുറത്ത് കയറി നിന്നല്ലമ്മേ എന്ന് പറയണ പോലെ യശോദാമ്മോട് പറയുകയാണ്, ഞാൻ ആനപ്പുറത്ത് കയറി നിന്നമ്മേ എന്ന് പറയണ പോലെ. എന്തായാലും നല്ലൊരു ആനയാണ്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ആയിട്ട് വരച്ച് നല്ല കറുത്തൊരാന. അങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ കയറി നിൽക്കുന്ന പൊന്നുണ്ണിയുടെ കാൽത്തടകൾ കാണാണ്ട്, പിന്നെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അരമണി ഇങ്ങനെ കാണാണ്ട് കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അതുപോലെ ആ മാറത്തൊരു നല്ലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ചെറിയൊരു മാല, മണിമാല കാണാണ്ട്, വളയം പോലത്തെ ഒരു മാലയുണ്ട്. അതേമാതിരി കൈവളകൾ, തോൾവളകൾ ഒക്കെ കാണാണ്ട്. ഒരു കയ്യിൽ വെണ്ണൂരിലെയും മറു കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ആനപ്പുറത്ത് കയറി നിൽക്കുകയാണെങ്കിലും വെണ്ണൂറിലെ കയ്യിലുണ്ട്. അവിടെ പോയിട്ട് ഞാൻ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അത് ഇരുന്ന് കഴിക്കണില്ല, നിന്ന് കഴിക്കാമെന്ന്. എന്തായാലും നല്ല രസമായിട്ടുള്ള ചാർത്താട്ടോ, വളരെ മനോഹരമായിട്ടുള്ള ആ ചാർത്ത. അങ്ങനെ നോക്കുമ്പോൾ കിരീടം, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. പീലി തിരുമുടിയൊക്കെ കെട്ടി അതിൻ്റെ മുകളിൽ തിരുമുടി മാല 2 ഉണ്ട്. താമരയും ആയിട്ടും ഒരു തെച്ചി തുളസി ആയിട്ടുള്ളതും, അങ്ങനെ 2 തിരുമുടി മാല. അതേപോലെ തന്നെ ഉണ്ടമാലയും ഒരു താമരമാല ഉണ്ട്, ഒരു തെച്ചിയും തുളസി ആയിട്ടുള്ളൊരു മാല. അങ്ങനെ 2 2 ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുകളിൽ വിധാനമായിട്ട് 4 തുളസിമാല അങ്ങനെ കാണാനുണ്ട്. നല്ല രസമായിട്ടുള്ള പൊന്നിൻ്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. എന്തായാലും ആ കുസൃതി വളരെ രസമായിട്ടുള്ള, എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും ആ വർണ്ണന മതിയാവില്ല എന്നുള്ള മാതിരിയാണ്. അത്രയ്ക്കും രസമായിട്ടാണ് പൊന്നുണ്ണി അവിടെ ആനപ്പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. നമ്മളെ ഭക്തരെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടേ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ് കേട്ടോ. എല്ലാവരും നോക്കിക്കോളൂ. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി ശ്രീജിത്ത് പുതുവന നമ്പൂരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ശ്രീലകത്തേക്ക് നോക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ ആനപ്പുറത്ത് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ, വെണ്ണയും പൊന്നോടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നോക്കി തൊഴുക. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ആ ശ്രീലകത്തിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ ഇറങ്ങി ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് ഗണപതി ഹോമവും അതേപോലെ ഭഗവാന് നേദ്യമൊക്കെ ഉണ്ടാക്കുന്ന തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് തൊഴണു. പറ്റുകയാണെങ്കിൽ ഒന്ന് എത്തോടാന്ന് കാരണം ഗണപതി ഹോമം നടത്തുന്ന സ്ഥലമൊക്കെ ആവുകൊണ്ടേ. പക്ഷെ അതിന് സൗകര്യമില്ല, ഇന്നിപ്പോൾ നല്ല തിരക്കാണ്.
അങ്ങനെ ആ അഗ്നികോണിലേക്ക് ആ ബലി തൂവുന്ന ആ കല്ലൊന്ന് നോക്കി കണ്ടു. അതേപോലെ സപ്തമാതാക്കളെ നോക്കി തൊഴുതു. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ് ഇനി. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് വിഘ്നേശ്വരനെ കണ്ടു. കൊമ്പും തുമ്പി കൈയൊക്കെ വെച്ചിട്ടുള്ള അതൊക്കെ ചന്ദനം കൊണ്ട് ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. നെറ്റിപ്പട്ടൊക്കെ ചാർത്തിയിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്. അർച്ചന ചെയ്ത പൂക്കൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് മുന്നിൽ. അങ്ങനെ നിൽക്കുന്നു. വിഘ്നേശ്വരനെ കണ്ട് സർവ്വവിഘ്നങ്ങൾ അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ സരസ്വതി ദേവീനെ നോക്കി തൊഴാം. സരസ്വതി ദേവിക്ക് ഒരു ചെറിയ മാല ചാർത്തിയിട്ടുണ്ട് ഫോട്ടോൻ്റെ മുകളിൽ. ആ മുല്ലപ്പൂവും തെച്ചിപ്പൂവും ചേർന്നിട്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അപ്പോൾ അത് കണ്ടിട്ട് നോക്കിയിട്ട് തൊഴുത് നമ്മൾ പതുക്കെ അങ്ങനെ ഇറങ്ങുകയാണ്. പതുക്കെ ഇറങ്ങിയിട്ട് ആ ചെറിയ ഗണപതിനെ ഒന്ന് തൊട്ട് തലോടി. അതിനുശേഷം ആ മത്സ്യം അവതാരം, കൂർമാവതാരം, വരാഹം, നരസിംഹം വരെയുള്ള ആ അവതാരങ്ങൾ കണ്ടു. അത് കഴിഞ്ഞാൽ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങി. അർച്ചന പ്രസാദം അവിടുന്ന് വാങ്ങാം. ഇനി ചീട്ടില്ലെങ്കിലും പ്രസാദമൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് അത് കഴിഞ്ഞാൽ വാമന രൂപം കാണാം. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഗജേന്ദ്രമോക്ഷം കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുത് പിന്നെ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുതിട്ട് നേരെ നമ്മളിങ്ങനെ പോരുകയാണ്. അത് പോരുമ്പോൾ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ കണ്ണനെ കാണാൻ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് പിന്നെ അതിനുശേഷം മുരുക ഭഗവാനെ കണ്ടു. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് പോവുക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിറയെ വെറ്റിലമാല ഉണ്ട്. കുങ്കുമൊന്നും കാണാനില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുകയാണ്. ത്വമസ്മിൻ കാര്യനിര്യോഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമത് സ്മരണയാതി ഭവത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ പോരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു. ഇന്ന് മൊത്തത്തിൽ ആദി അനന്തപത്മനാഭസ്വാമീനെയും ഒക്കെ കണ്ട് അവിടെയൊക്കെ നിറയെ പൂക്കളെ അർച്ചിച്ചിട്ടുണ്ട്. വലിയ ചെണ്ടുമല്ലിമാല ഉണ്ട്, അതേപോലെ താമരമാല ഉണ്ട്, വെളുത്ത മുല്ലമുട്ടുമാല ഉണ്ട്. ഇന്ന് അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ നിറയെ പൂക്കളാട്ടോ, നിറയെ മാലകളാണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് നമ്മളെ പുറകുവശത്തൊന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ നോക്കുകയാണ്. ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് നേരെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്നിട്ട് താമരക്കണ്ണനെയും അതുപോലെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുതു. പിന്നെ ആ മണിക്കിണറിൽ നോക്കിയിട്ടൊന്ന് തൊഴുതു. നൃത്താറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് തൊഴുതു. അങ്ങനെ വരുമ്പോൾ തിരിച്ച് കുറൂരമ്മേനെയും നന്ദഗോപുരെയും വസുദേവരെയൊക്കെ കണ്ടിങ്ങനെ വന്ന് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി. അതിനുശേഷം നമ്മൾ നേരെ എടത്തരികത്തുകാവിൽ ഭഗവതീനെ കാണാൻ പോവാണ്. അങ്ങനെ അവിടെ വന്ന് അവിടെയൊക്കെ നല്ല തിരക്കാണ്. അങ്ങോട്ട് കയറി കിട്ടണമെങ്കിൽ നല്ല പാടാ. എന്നാലും അവിടെ കൂടെ പോവാം നമുക്ക്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴോ നല്ല ചുവന്ന പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് അമ്മ. അതേമാതിരി പാവാട പോലെ
അങ്ങനെ കാണാനുണ്ട്. പാവാട, ചുവന്ന പാവാടയും കാണാനുണ്ട്. പിന്നെ മുകളിൽ മുഖത്തൊക്കെ നോക്കുമ്പോൾ നല്ല കൺമഷിയൊക്കെ എഴുതിയിട്ട് നല്ല രസമായിട്ടുള്ള ആ അലങ്കാരമാണ്. വലിയൊരു വട്ട പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നിറയെ മാലകളുണ്ട്, അണിഞ്ഞിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ഒരു കാശുമാല, അങ്ങനത്തെ ഒരു മാലയൊക്കെ അണിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. എന്നിട്ട് മമ്മിയൂരപ്പനെ ഒന്ന് പ്രാർത്ഥിച്ചു. ഇപ്പുറത്തെ കോർണറിൽ വന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് തൊഴുത് അത് കഴിഞ്ഞ് നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കി നമ്മുടെ ആനപ്പുറത്ത് നിൽക്കുന്ന ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാൻ വേണ്ടി തൊഴുതു. അങ്ങനെ അതിന് ശേഷം നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് കൂത്തമ്പലത്തിലേക്ക് ഒന്ന് നോക്കി തൊഴുതു. അതിന് ശേഷം നേരെ അയ്യപ്പൻ്റെ അവിടെ വന്ന് തൊഴുതു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെ തൊഴുത് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിലെ ആ മുരളീധരണി, അതുപോലെ കുറച്ചിങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയുന്ന ആ കൊടിമരത്തിൻ്റെ മുരളീധരണിയും കണ്ടു തൊഴാം. അപ്പോൾ അങ്ങനെ കണ്ടു തൊഴുതു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരും എൻ്റെ കൂടെ വന്ന് തൊഴുതു കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹം ലഭിക്കും. ആ ഗുരുവായൂരപ്പനെ ഇപ്പോൾ നമ്മൾ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ആ തിരുമുമ്പിൽ നിന്ന് ഗുരുവായൂരപ്പനെ നോക്കുന്ന, ആ ശ്രീലകത്തേക്ക് നോക്കുന്ന ആ ഒരു പ്രതീതിയാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം ലഭിക്കും.